ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതണ്ട അത് പോളി ഇതാ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇതിങ്ങനെ കുടിക്കണം. റെഡി 1 2 3. അതാ അവർക്ക് താഴെ പോയ അത് പൊളിച്ചു സംഗതി പൊളിച്ചു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും ഫുൾ ജാർ സോഡയാണ്. അപ്പോൾ നമ്മുടെ ഒരു ചാനലിൽ നമ്മളിത് ഇട്ടില്ല എന്ന് വേണ്ട, നമ്മുടെ കുട്ടികൾക്കും കൊടുത്ത പോലെയായി. അപ്പോൾ അത് പറഞ്ഞാൽ നമ്മളിന്ന് ഫുൾ ജാർ സോഡ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഫുൾ ജാർ സോഡ എങ്ങനെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നാരങ്ങ കട്ട് ചെയ്ത് പിഴിയാം. നമ്മളൊരു 6-7 ഉണ്ടാക്കണം. ഇപ്പോൾ നാരങ്ങയാണ് നമ്മുടെ ആദ്യത്തെ ഇത്. മാക്സിമം കുരു ഒഴിവാക്കാൻ ശ്രമിക്കുക. കുരു വിട്ട ഒരു തടസ്സം ഉണ്ടാകും നമുക്ക് കുടിക്കുമ്പോഴേ. അപ്പോൾ ഓക്കെ, നാരങ്ങ നമ്മൾ കുഴിഞ്ഞു ഗ്ലാസ് നിരത്തി വെച്ചാലേ സംഗതി ഉഷാറാവുള്ളൂ. ഇടുക്കിൽ കൊണ്ടുവച്ചിട്ടേ കാര്യങ്ങൾ നടക്കണം. അതിൻ്റെ പടപടപടയെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് സോഡ ആയതുകൊണ്ട് കുറച്ച് അധികം ഉപ്പിട്ടാലേ ശരിക്കും പതഞ്ഞ് പൊങ്ങി വരുള്ളൂ. അല്ലെങ്കിൽ ശരിക്കും പതഞ്ഞ് പൊങ്ങി വരില്ല. ഇനി നമുക്ക് ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കണം. ഇഞ്ചി പേസ്റ്റാണത്. ഇഞ്ചി അരച്ചെടുത്താണ്. ചതച്ച നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളത് അരച്ചെടുത്ത് മാത്രം. ഒരുപാടുണ്ട്, എരിവ് കൂടുതലുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. മുളക് അരച്ചെടുത്താണ്, പച്ചമുളകാണത്. സാധാരണ പച്ചമുളക് അരച്ചെടുത്തത്. ഇതിൽ എരിവും പുളിയും മധുരവും ഒക്കെ കൂടി വരണം. അപ്പോഴേ ഒരു ശരിക്കൊരു ഇത് കിട്ടുള്ളൂ. ഇതൊക്കെ അവരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. കൂടുതലായി കഴിഞ്ഞാൽ എരിവുകൊണ്ട് പിന്നെ എരിവ് കൂടുതലായതുകൊണ്ട് കാര്യമില്ല. നമ്മളത് പുതിനയിൽ അരച്ചാണ്. ഇത് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കാറ്റത്ത് വെച്ചപ്പോഴാണത് ബ്ലാക്ക് നിറയത്. മുകളിൽ മാത്രം ബ്ലാക്ക് ആവും. പുതിനയില ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിതിൻ്റെ ഏകദേശമുള്ള സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തന്നെയാണ് ചേർത്തുന്നത്. പക്ഷെ ചില ആളുകളൊക്കെ മാറ്റം വരുത്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഒറിജിനൽ റെസിപ്പി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതുപോലെ ആവും സാധനമേ. ഓക്കെ, കസ്കസ് ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ലായനിയാണത്. പഞ്ചസാര വെള്ളത്തിലിട്ട് കലക്കിയതാണ്. നമുക്ക് ചൂടാക്കുകയാണെങ്കിൽ നല്ല ഫ്രീ ആയിട്ട് കിട്ടും. ചൂടാക്കി ഒന്ന് ലായനിയൊക്കെ എടുത്ത് നല്ല ഫ്രീ ആയിട്ട് കിട്ടും. ഇത് നമുക്ക് മാക്സിമം ഒഴിച്ചെടുക്കാം. അതുപോലെ എല്ലാ ഗ്ലാസ്സിലും നമുക്ക് ഫുള്ളായി ഒഴിച്ചെടുക്കാം. ഈ മധുരവും ഉപ്പും ഒക്കെ കൂടിയാണ് നമുക്ക് ശരിക്കും തിളച്ച് ഇങ്ങനെ പത പോലെ നല്ലപോലെ വരുന്നത്. അപ്പോൾ മാക്സിമം ഗ്ലാസ്സിൽ നമ്മൾ മധുരം നിറച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇത് വലിയ കരണ്ടിയാണ്. ഇതിൻ്റെ ചെറിയ സ്പൂണായി. നമ്മളിവിടെ കാട്ടിലെത്തുകയും ചെയ്തു. ഇനി തിരിച്ച് ഇപ്പോൾ എടുത്തിട്ട് വരാനുള്ള സമയമില്ല. ഇതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഗ്ലാസ്സിനകത്ത്. എല്ലാം മുകളിലുള്ള അടിയിലുള്ളത് മുകളിലൊക്കെ കൂടി വന്ന് ഒന്ന് കലങ്ങട്ടെ. ചിലർ ഇളക്കരുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇളക്കിയാലേ ശരിക്കും പതയ്ക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. നമുക്ക് സോഡ പൊട്ടിച്ച് വയ്ക്കാം. എന്താ ഗ്യാസ് അതൊക്കെ തുറക്കാം. അല്ലെങ്കിൽ സംഗതി മൊത്തം വെളിയിൽ പോയാൽ പിന്നെ സോഡ ഒഴിച്ചിട്ട് കാര്യമില്ലല്ലോ. തണുപ്പും വേണം. നല്ല തണുപ്പുണ്ടെങ്കിലേ ഇത് കുടിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഒരു ഏകദേശം ഒരു 3/4 ഗ്ലാസ്സേ ഒഴിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഈ ചെറിയ കുഞ്ഞു ഗ്ലാസ്സിനെ അതിനകത്ത് ഇടാനുള്ളതാണ്. അത്ര മതി. ഫുള്ളായി ഒഴിച്ചാൽ ഒന്നായിട്ട് പുറത്ത് വരും. അതാ പ്രശ്നം. ആ ഒരു ഇതാണ് കറക്റ്റാണുള്ളത്. അളവ് ഭയങ്കര കൃത്യമായിരിക്കും. നമ്മുടെ ഒരു സോഡ കറക്റ്റ് 6 ഗ്ലാസ്സായി ഒഴിച്ചെടുത്ത ആദ്യ വ്യക്തി ഞാനായിരിക്കും. അപ്പോൾ നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കുടിക്കില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് മാത്രം. ഓക്കെ, ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതണ്ട അത് പോളി ഇതാ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇതിങ്ങനെ കുടിക്കണം. അതാണ് അതിൻ്റെ ശരിക്കും ഒരു സോഡൻ്റെ ഫീല്. അപ്പോൾ എന്തായാലും ഞാൻ കുടിക്കില്ല. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. നമുക്ക് മറ്റു കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ കുട്ടികൾക്ക് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാം. റെഡി 1 2 3. അതാ അവർക്ക് താഴെ പോയ അത് പൊളിച്ചു സംഗതി പൊളിച്ചു. സൂപ്പർ. എങ്ങനെയുണ്ട് ചക്കര? അടിപൊളിയല്ലേ? ആ മധുരവും പുളിപ്പും ഉപ്പും പഞ്ചസാരയൊക്കെ കൂടിയിട്ടില്ലേ? കയ്യിലൊക്കെ ആയിട്ടല്ലേ? ചക്കര എരിവുണ്ട് തോന്നുന്നു ചക്കരക്ക്. കാര്യമില്ല, പതുക്കെ കുടിക്കും. നല്ലതാണ് കേട്ടാ. ഇതിൽ കെമിക്കലൊന്നും ഇല്ലല്ലോ.
സോഡ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സോഡയാണ് ഈ ഫുൾ ജാർ സോഡ. എവിടെ നോക്കിയാലും ഫുൾ ജാർ സോഡ, ടിക്ടോക്ക് തുറന്നാൽ ഫുൾ ജാർ സോഡ, ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഫുൾ ജാർ സോഡ. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് കുട്ടികളുണ്ട്, ഇനിയും കുറച്ച് ആളുകൾ പുറകിൽ നിൽക്കണം ഒരു വീഡിയോയിലേക്ക് വരാൻ ചമ്മലായിട്ടാണ്. അത് കാര്യമില്ല, ഇത് നമ്മുടെ സിംഗ കുട്ടികളാണ്, എവിടെ വിളിച്ചാലും വരും. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് ഒരു ഫുൾ ജാർ സോഡ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു. നമ്മുടെ മുളക് അരച്ചത്, അതുപോലെ ഇഞ്ചി, പിന്നെ പുതിയനയില അരച്ചത്, ചെറുനാരങ്ങ നീര്, ഉപ്പ്, പഞ്ചസാര, ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇത് കുടിക്കുമ്പോഴല്ലോ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ കുടിച്ച് നോക്കിയാൽ ഞാൻ നിങ്ങൾ കാണിച്ചു തന്നു, പിന്നെ ഇവർക്കും കൊടുത്തു. ഇനി ബാക്കിയുള്ളവർ കുടിക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്ന് കിടിലൻ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.